ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പനേരം സംസാരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യമാണ്. 6-ാം അധ്യായം പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കടലിന് മുകളിൽ കൂടെ നടക്കുന്നു. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട്. ഈ ജീവൻ്റെ അപ്പം എന്നത് പറയാൻ കാരണം നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അവിടെ ഈശോ രണ്ടാമത് തിരുത്തുന്നുണ്ട്, നിങ്ങൾ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുക. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവർ മരിച്ചു, എന്നാൽ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് ഈ ജീവൻ്റെ അപ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാനുള്ള മാർഗം യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അതിലുപരി കുമ്പസാരത്തിലൂടെയുള്ള പൗരാശികമായ ബന്ധവുമാണ്. കുമ്പസാരത്തിലും കുർബാനയിലും വിശ്വസിക്കുക എന്നത് സഭയുടെ ഒരു ഏറ്റവും കാതലായ സംഗതിയാണ്. ഏറ്റവും കാതലായ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ജീവൻ്റെ അപ്പത്തിൻ്റെ പ്രത്യേകത, ഇത് 2-3 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടുന്നത്. ഒന്ന്, പിതാവാൻ ദൈവം പുത്രനെ അയക്കുന്നു. പുത്രൻ ഇവിടെ വന്ന് പൗരാശികമായ കാര്യങ്ങൾ സ്ഥാപിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എല്ലാത്തിൻ്റെയും കാതലാണ്. അതിന് തുടർന്ന് സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്, വലിയ പ്രായമൊന്നുമില്ല. നമ്മളെ യേശുക്രിസ്തു വളരെ സ്നേഹത്തോട് സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ സ്നേഹിക്കുന്നു? ശിശുക്കൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, അവരെ തടയരുത്. അപ്പോൾ ശിശുക്കളെ സ്നേഹിക്കുന്ന ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്കും കടപ്പാടുണ്ട്. ആ കടപ്പാടിൻ്റെ ഒരു തിരിച്ചറിവാണ് യേശുക്രിസ്തു ജീവൻ്റെ അപ്പമാണ് എന്നുള്ളത്. യേശുക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്ന് പറയുമ്പോൾ അവിടെ യേശുക്രിസ്തു തൻ്റെ ശരീരമാണ് ജീവൻ്റെ അപ്പം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് യേശുക്രിസ്തു ലോകത്തിന് കൊടുത്ത ഉദാത്തമായ സന്ദേശം. ഈ സന്ദേശത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സഭ അതിൻ്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ കൊച്ചു വായിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? ബൈബിൾ വായിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മുടെ സൺഡേ സ്കൂളിൽ സൺഡേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൊച്ചു അറിവുകൾ, അത് കൊച്ചു ഡയറിയിലൊക്കെ കുറിച്ച് വെച്ച് യേശുക്രിസ്തു ആരാണ്, പിതാവാൻ ദൈവം ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, പിന്നെ ജീവൻ്റെ അപ്പം എന്താണ്, പരിശുദ്ധ മറിയത്തിൻ്റെ റോൾ എന്താണ്, പരിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ റോൾ, ഇതൊക്കെ നമ്മളെ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ നല്ല കൂട്ടുകാരാകുന്ന ഏവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾക്കെല്ലാവർക്കും പുത്രനെ കാണാനും അവനിൽ വിശ്വസിക്കുവാനും നിത്യജീവൻ ഉണ്ടാകുവാനുള്ളൊരാഗ്രഹം, ഈ ആഗ്രഹം നിങ്ങൾ ജനിക്കുമ്പോൾ ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്, പിതാവിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വന്ന പുത്രനോടൊത്ത് സഹകരിക്കുമ്പോൾ നിങ്ങൾക്ക് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ കിട്ടും. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം നമ്മൾ ഓരോരുത്തരും നിറവേറ്റുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുക മാത്രമല്ല, ലോകത്തിൽ പ്രാവർത്തികമാക്കി കൊടുക്കുകയാണ്. സ്കൂളുകളിലൊക്കെ പോകുന്നവരാണല്ലോ നമ്മൾ. അവിടെ കൊച്ചു കാര്യങ്ങൾ കൊണ്ട് ചെറിയ ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും. ഈ ചെറിയൊരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം, ജീവൻ്റെ അപ്പം എന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലായി കാണുന്നതായിരിക്കും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
കൊച്ചുകുട്ടികളെയൊക്കെ ഇപ്പം പട്ടികളൊക്കെ ഓടിച്ചിട്ട് കടിക്കുന്ന സമയമാണ്. അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്താറങ്ങ് പറഞ്ഞതാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവനാണ് പ്രധാനപ്പെട്ടത്. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിക്കുന്നവർ ജീവിക്കണ്ടേ, ആ കാലത്തിൽ പൊലിഞ്ഞു പോകാനല്ല നമ്മളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും അവനവൻ്റെ ജീവനെക്കുറിച്ച് ശ്രദ്ധിക്കുക, അവനവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക, മാതാപിതാക്കളുടെ വിധേയപ്പെട്ട് കഴിയുക. അങ്ങനെ സമൂഹത്തിലെ നമ്മുടെ പുരോഹിതന്മാർ, സിസ്റ്റർമാർ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ജീവൻ്റെ അപ്പമാകുന്ന യേശുവിൽ വിശ്വസിച്ച് മുന്നേറാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. നല്ല ദിവസം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.